ദുബായിലെ മിറക്കിൾ ഗാർഡൻ എന്ന മഹാ ഉദ്യാനത്തിലാണ് ഇപ്പോൾ ഞാൻ. രാവിലെ ഇവിടെ എത്തിയതാണ്. കുറെ നേരമായി വർണ്ണപുഷ്പങ്ങളുടെ ഈ ലോകത്തുകൂടി ചുറ്റി നടക്കാൻ തുടങ്ങിയിട്ട്. സസ്യലതാദികളും പൂക്കളും കൊണ്ട് സൃഷ്ടിച്ച ഒരു അത്ഭുത ലോകം. ഇന്ത്യൻ കറൻസിയിൽ 2100 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. പക്ഷേ ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ അറിയാം അതൊരു വലിയ നിരക്കല്ലെന്ന്. നല്ല ഗുണനിലവാരമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ ശേഷം നല്ല ടിക്കറ്റ് നിരക്ക് ഏർപ്പെടുത്തുക എന്നതാണ് ദുബായിയുടെയൊക്കെ ഒരു രീതി. ദരിദ്രമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി അതിന് താണ നിരക്ക് വാങ്ങുന്നതാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. ഏറ്റവും വില കുറഞ്ഞതിന് പിറകെ പോകാൻ ഇന്ത്യക്കാർക്ക് പ്രത്യേക താൽപ്പര്യമാണല്ലോ. അതിനാൽ താഴ്ന്ന വിലയ്ക്കുള്ളത് താഴ്ന്ന നിലവാരത്തിലാണ് ഒരുക്കപ്പെടുന്നത്. എന്നാൽ ദുബായ് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു പാഠമാണ്. ലോകത്തെ ഞെട്ടിക്കുന്ന സംഗതികൾ സൃഷ്ടിക്കുക. അത് ഏറ്റവും തികവാർന്ന സാങ്കേതിക വിദ്യയോടെയും കലാപരതയോടെയും ഒരുക്കുക. എന്നിട്ട് അതിന് ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്തത്ര നിരക്ക് നിശ്ചയിക്കുക. എത്ര വലിയ നിരക്കുണ്ടായാലും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടമെല്ലാം കാണാൻ വന്നിരിക്കും. അതുകൊണ്ടാണ് ഈ രംഗങ്ങളിലെല്ലാം ദുബായ് വിജയിക്കുന്നതും. കേരളമൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ചിന്താഗതി മാറ്റേണ്ടതുണ്ട്. ലോകത്തെ ആകർഷിക്കുന്ന ടൂറിസം ഡെസ്റ്റിനേഷനുകൾ വികസിപ്പിക്കണം. അതോടൊപ്പം കേരളീയമായ പൈതൃകം നിലനിർത്തുകയും വേണം. മിറക്കിൾ ഗാർഡന്റെ ഇത്തരം ഭാഗങ്ങളിൽ പൂക്കൾ മാത്രമല്ല, ചില നിർമ്മിതികളുമുണ്ട്. പൂക്കുലകൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത വൃക്ഷങ്ങൾ, പൂക്കൾ കൊണ്ടുള്ള വമ്പൻ കമാനങ്ങൾ. ഇതൊക്കെ എല്ലാ ദിവസവും ഈ വിധം ഒരുക്കി നിർത്താനും ചെടികൾ ഒന്നുപോലും വാടിപ്പോകാതെ സംരക്ഷിക്കാനും ജീവനക്കാർ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നാണ് ഇതിലെ നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. ഉദ്യാന വഴികളിൽ ഇത്തരം ബഗ്ഗികളുമുണ്ട്. അതിന് പ്രത്യേക ഫീസ് നൽകണം. ഇന്ന് രാവിലെ ഈ ഗാർഡനിൽ ആദ്യം വന്നവരിൽ ഒരാൾ ഞാനാണ്. എന്നാൽ കൂടുതൽ നടക്കും തോറും കൂടുതൽ ആളുകളെ കാണുന്നു. പൂക്കൾ കണ്ട് മടുത്തുപോകും. എന്നാൽ മലയാളികൾ ഉൾപ്പെടെ ഇവിടെ വരുന്ന ആരും തന്നെ ഒരു പൂ പോലും പറിക്കുന്നില്ല. ഒരു സമൂഹം എങ്ങനെ പെരുമാറുന്നോ ആ മട്ടിൽ നമ്മളും മാറുമെന്നതിന്റെ ഉദാഹരണമാണിത്. ഇവിടെ ജീവിക്കുന്ന മലയാളിയിൽ കേരളത്തിൻ്റെതായ ഒരു സ്വഭാവവും കാണാനാവില്ല. എന്നാൽ ഇതേ മലയാളികൾ കേരളത്തിലെത്തുമ്പോൾ മറ്റൊരു സ്വഭാവം കാണിക്കുകയും ചെയ്യും. ഉദ്യാനത്തിൽ കയറി പുഷ്പചക്രത്തിനും പൂച്ചെണ്ടിനുമുള്ള പൂക്കളെല്ലാം സൂത്രത്തിൽ ഇവിടെ നിന്ന് അടിച്ചു മാറ്റാനായിരിക്കും ആളുകൾക്ക് താൽപ്പര്യം. ചെടികൾ മാത്രമല്ല, ഇടയ്ക്ക് വള്ളിക്കുടിലുകളും പൂപ്പന്തലുകളുമെല്ലാം ഉണ്ട് ഇവിടെ. വിശ്രമിക്കാനും ഫോട്ടോ എടുക്കാനുമുള്ള സ്പോട്ടുകൾ. 3 തവണ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് ദുബായ് മിറക്കിൾ ഗാർഡൻ. 2013 ലോകത്തെ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡൻ എന്നതായിരുന്നു റെക്കോർഡ്. എയർബസ് A380 ഇൻസ്റ്റലേഷന് ലോകത്തെ ഏറ്റവും വലിയ ഫ്ലോറൽ ഇൻസ്റ്റലേഷൻ എന്ന റെക്കോർഡ് 2014 ലഭിച്ചു. 2018 ഇവിടെ ഒരുക്കിയ മിക്കി മൗസ് രൂപം ലോകത്തെ ഏറ്റവും ഉയരമുള്ള ടോപ്പിയറി സ്കൾപ്ചർ എന്ന റെക്കോർഡും നേടി. കൃത്യമായി വെട്ടിയൊരുക്കി നിർത്തുന്ന ചെടികളാണ് ടോപ്പിയറി ഗണത്തിൽ വരുന്നത്. ഓരോ സീസണിലും ഓരോ പുതിയ തീമിലായിരിക്കും മിറക്കിൾ ഗാർഡൻ എന്നതാണ് വലിയൊരു സവിശേഷത. ഈ വർഷം ഇവിടം സന്ദർശിക്കുന്ന ഒരാൾ അടുത്ത സീസണിൽ വരുമ്പോഴുള്ള കാഴ്ചകൾ മറ്റൊന്നായിരിക്കും. ഇങ്ങനെ പുതുമകളുടെ കാര്യത്തിലും വിസ്മയം സൃഷ്ടിക്കുന്നുണ്ട് ഈ മിറക്കിൾ ഗാർഡൻ. ലോകത്തെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഗാർഡനുകളിൽ ഒന്നുള്ളത് ഈ ഉദ്യാനത്തോടനുബന്ധിച്ചാണ്. ദുബായ് മിറക്കിൾ ഗാർഡനെക്കുറിച്ച് കേട്ടപ്പോൾ ആദ്യം ഇത് കാണേണ്ട എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഒരു ഉദ്യാനത്തിൽ എന്താണ് അധികമായി കാണാനുള്ളത് എന്നായിരുന്നു ചിന്ത. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണെന്ന്. കലാപരമായി സാങ്കേതിക തികവോടെ ഒരുക്കിയ ഒരു ഉദ്യാനം. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകളെ അത് ആകർഷിക്കുന്നു. നെതർലൻഡ്സാണ് ഞാൻ കണ്ടിട്ടുള്ള പൂക്കളുടെ ഏറ്റവും വലിയ ലോകം. അവിടെ പക്ഷേ അനുകൂലമായ കാലാവസ്ഥയാണുള്ളത്. എന്നാൽ ഇവിടെ പ്രതികൂല കാലാവസ്ഥയോട് പടവെട്ടിയാണ് ഈ ഒരു വിസ്മയ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഉദ്യാനത്തിൽ പലയിടത്തും സുവനീർ കടകളുണ്ട്. തത്സമയം കാരിക്കേച്ചറും പോർട്രേറ്റും വരച്ചു കൊടുക്കുന്നവരുണ്ട്. കരകൗശല വസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രങ്ങളുണ്ട്. എത്രമാത്രം പണം ടൂറിസ്റ്റിനെ കൊണ്ട് മുടക്കിപ്പിക്കുന്നു എന്നതാണ് ടൂറിസത്തിന്റെ വിജയം. അല്ലാതെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എല്ലാം ഒരുക്കുക എന്നതല്ല. ടൂറിസം എല്ലാ അർത്ഥത്തിലും ലക്ഷറിയാണ്. ആ ലക്ഷറിക്ക് കാശ് മുടക്കുക തന്നെ വേണം. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ കാര്യങ്ങൾ സാധിക്കുമെന്ന് പറയുന്നത് ടൂറിസത്തിന്റെ വിജയമേ അല്ല.
ഞാൻ മിറക്കിൾ ഗാർഡനിലൂടെ ഒരു കറക്കം പൂർത്തിയാക്കി പുറപ്പെട്ടിടത്ത് തിരികെ എത്തി. ഈ കുതിരകളായിരുന്നു പുറപ്പെട്ട സ്ഥലത്തെ അടയാളം. കോൺക്രീറ്റിലോ സ്റ്റീലിലോ സ്ട്രക്ചർ പണിത ശേഷം അതിന്മേൽ ചെടികൾ വെച്ചുപിടിപ്പിച്ചിരിക്കുകയാണ്. കലാകാരന്മാരും ഉദ്യാനപാലകരും ഡിസൈനർമാരും ആർക്കിടെക്റ്റുകളുമെല്ലാം ചേർന്നാണ് ഈ ഗാർഡനെ ഈ വിധം നിലനിർത്തുന്നത്. ദുബായിൽ ഇനിയും കുറച്ചു കാഴ്ചകൾ കൂടി കാണാനുള്ളതിനാൽ പെട്ടെന്ന് പുറത്തേക്ക് നടന്നു. എന്റെ കൂടെ സുഹൃത്ത് ഡോക്ടർ ഷാഫിയുമുണ്ട്. ഇവിടെ നിന്ന് ഇനി ഞങ്ങൾക്ക് തിരികെ ദുബായ് സിറ്റിയിലേക്ക് പോകണം. ഡോക്ടർ ഷാഫിയുടെ കാറിൽ കയറി യാത്ര തുടർന്നു. ദുബായ് എന്ന ഈ എമിറേറ്റിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ വികസിച്ചതല്ല. ഇനിയും ധാരാളം ഇടം വികസനം കാത്ത് മരുഭൂമിയായി ഇവിടെ അവശേഷിക്കുന്നു. പ്രധാന ഹൈവേയുടെ ഓരങ്ങളൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. എങ്കിലും ഒട്ടും വികസിക്കാത്ത സ്ഥലങ്ങളുമുണ്ട് ഇവിടെ. ഇക്കാണുന്ന ഒരു നിര മരങ്ങൾക്കപ്പുറം അതിവിശാലമായ മണലാരണ്യമാണ്. പാതയുടെ ഇരുഭാഗങ്ങളിലും പച്ചപ്പിന്റെ തുരുത്ത് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഒരു കാലത്ത് ദുബായ് മണലാരണ്യം മാത്രമായിരുന്നല്ലോ. വലിയ വികസനം എത്താത്തിടത്തും അതിലൂടെ പോകുന്ന ഹൈവേക്ക് ഒരു ദിശയിൽ 7 വരികളുണ്ട്. പുറമേ ഒരു എമർജൻസി ട്രാക്കും. എതിർദിശയിലും അതേവിധം 7 വരികളുണ്ട്. ഭാവിയിലെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് മുൻകാഴ്ചയോടെ ഈ 14 വരി പാതയൊക്കെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. വെറും മരുഭൂമിയല്ലേ, അവിടെ എത്ര വീതിയിൽ വേണമെങ്കിലും ഹൈവേ പണിയാം എന്നൊക്കെ പറയാം. നമുക്കും കെട്ടിടങ്ങൾ തിങ്ങിനിറയാത്ത ഒരു കാലമുണ്ടായിരുന്നു എന്നോർക്കണം. അന്ന് ഒരു ബസ്സിൽ കൂടുതൽ നാട്ടിലൂടെ ഓടുമോ എന്നാണ് എല്ലാവരും ചിന്തിച്ചിരുന്നത്. മുൻകാഴ്ചയില്ലാത്ത ആ ചിന്തയുടെ ഫലം വാഹനബാഹുല്യത്തിന്റെ ഇക്കാലത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ദുബായ് ആകട്ടെ വലിയ മുൻകാഴ്ചയോടെ ഇത്തരം സംവിധാനങ്ങളെല്ലാം ഒരുക്കി. ഓരോ ദിവസവും പുതിയ പുതിയ പദ്ധതികൾ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന നാടാണ് ദുബായ്. അതിവിപുലമായ പ്രോജക്റ്റുകൾ അനേകമെണ്ണം ഇപ്പോൾ ദുബായിയുടെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്തെ നിരന്തരം ഞെട്ടിക്കുകയാണ് ദുബായ് എന്ന് പറയാം. ദുബായ് ക്രീക്ക് ടവർ, മാർസ അൽ അറബ്, ദുബായ് അഗ്രി ഹബ്, ദുബായ് അർബർ ടെക് ഡിസ്ട്രിക്ട്, ദുബായ് വെർട്ടിക്കൽ സിറ്റി, വാസൽ ടവർ എന്നിങ്ങനെ ഏതാണ്ട് 20ഓളം അതിവിപുലമായ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഇവിടെ നിർമ്മാണഘട്ടത്തിലാണ്. റോഡിൽ വാഹനവേഗം കുറയ്ക്കാനുള്ള ചുവന്ന വരകൾ. ഇനി അങ്ങോട്ട് 80 കിലോമീറ്റർ സ്പീഡിലേ പോകാനാവൂ. ഡോക്ടർ ഷാഫിയാണ് ഡ്രൈവിംഗിനൊപ്പം എനിക്ക് ഇത്തരം നിയമങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. നാട്ടിൽ ഒരച്ചടക്കവും പാലിക്കാതെ ഡ്രൈവ് ചെയ്യുന്നവരും ഇന്നാട്ടിലെത്തിയാൽ എത്ര ചിട്ടയോടെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെടും. ഈ നാട്ടിലെ നിയമത്തിന്റെ കാർക്കശ്യം കൊണ്ടാണത്. ഡിവൈഡറിൽ പനകളും പൂച്ചെടികളും പുൽത്തകടികളും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അലങ്കാരം മറ്റൊരു കാഴ്ച. ദൂരെ നിന്ന് നോക്കുമ്പോൾ പെയിന്റ് ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നും. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും നഗരത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഈ വിധം സൗന്ദര്യവൽക്കരിച്ചിരിക്കുന്നത് കണ്ടിട്ട് വേണം ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങാനെന്ന് ഏത് മലയാളിക്കും തോന്നാതിരിക്കില്ല. നഗരത്തിന്റെ ഒരു ഭാഗമെങ്കിലും ഇങ്ങനെയാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നത് അത്ഭുതമാണ്. ദൂരെ ദുബായ് ഡൗൺ ടൗൺ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ദുബായ് അഗ്രി ഹബ്, ദുബായ് അർബൻ ടെക് ഡിസ്ട്രിക്ട് എന്നിവയാണ് മാലോകരെ അത്ഭുതപ്പെടുത്താൻ ഇനി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന 2 ഭീമൻ പ്രോജക്റ്റുകൾ. അഗ്രി ഹബ് ജൈവ സമൃദ്ധമായ ഒരിടമായിരിക്കും. അർബൻ ടെക് ഡിസ്ട്രിക്ട് ആകട്ടെ ടെക്നോളജിയുടെ നൂതനമായ ഒരു ഹബ്ബായിട്ടാണ് വിഭാവനം ചെയ്യുന്നത്. അത്ഭുതകരമായ ഒരു ഡിസൈനിലാണ് അത് രൂപകൽപ്പന ചെയ്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മാനം മുട്ടുന്ന കെട്ടിടങ്ങൾ ഒന്നിനോടൊന്ന് ചേർന്നു നിൽക്കുന്ന വെർട്ടിക്കൽ സിറ്റിയും സമീപഭാവിയിൽ ലോകത്തെ വിസ്മയിപ്പിക്കാനായി ഒരുക്കിയെടുക്കുന്ന മറ്റൊരു പ്രോജക്റ്റാണ്. ഇന്നൊരു ഞായറാഴ്ചയായതുകൊണ്ട് റോഡിൽ വലിയ തിരക്കില്ല. ആളുകൾ താമസയിടത്ത് വിശ്രമത്തിലോ ഉറക്കത്തിലോ ആയിരിക്കും. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ വലതുവശത്ത് ഇംഗ്ലീഷിലെ എച്ച് എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ ഒരു കെട്ടിടം കാണാം. 1 സബീൽ ടവർ എന്നാണ് അതിന്റെ പേര്. സബീൽ 1 എന്ന ചുരുക്കപ്പേരിലും അതറിയപ്പെടുന്നുണ്ട്. അതിനടുത്തേക്കെത്തുമ്പോഴേക്കും പനകളും പൂക്കളും പുൽത്തകിടിയും എല്ലാമായി അതിഗംഭീരമായ ഒരു ആംബിയൻസ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഒരു വേള ഇതൊരു മരുഭൂരാജ്യമാണെന്ന കാര്യം വിസ്മരിച്ചു പോകുന്നു. ഇപ്പോൾ സബീൽ ടവർ കൂടുതൽ വ്യക്തമായി കാണാം. 2 ലക്ഷറി ടവറുകൾ. രണ്ടിനും 2 ഉയരമാണ്. ഒന്നിന് 300 മീറ്ററും മറ്റൊന്നിന് 245 മീറ്ററും. അവയെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് 200 മീറ്റർ നീളമുള്ള ഒരു പാലവുമുണ്ട്.
ലക്ഷറി ഹോട്ടലും ഓഫീസ് സ്പേസുമാണ് ഒന്നാമത്തെ ടവറിലുള്ളത്. രണ്ടാമത്തേതിലാകട്ടെ ആളുകൾക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെന്റുകളാണ്. രണ്ട് കെട്ടിടങ്ങളെയും 100 മീറ്റർ ഉയരത്തിൽ വെച്ചാണ് പാലം കൊണ്ട് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഒരു ഒബ്സർവേഷൻ ഡെക്ക് കൂടിയാണ് ആ പാലം. രണ്ട് കെട്ടിടങ്ങളുടെ ഇടയിലൂടെ ഒരു ഹൈവേയും കടന്നു പോകുന്നുണ്ട്. അതാണ് ഇതിലെ അത്ഭുതം. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ ഇടതുവശത്ത് വെളുപ്പു നിറമുള്ള ഒരു കെട്ടിടം കാണാം. ദുബായിലെ ആദ്യത്തെ വേൾഡ് ട്രേഡ് സെന്റർ അതായിരുന്നു. ഷെയ്ഖ് റാഷിദ് ടവർ എന്നറിയപ്പെടുന്ന ആ കെട്ടിടമാണ് ദുബായിൽ ഒരു കാലത്ത് ഏറ്റവും ഉയരമുണ്ടായിരുന്ന കെട്ടിടം. 39 നിലകളാണ് അതിനുള്ളത്. വലതുവശത്ത് ഈ കാണുന്നതൊക്കെ അടുത്ത കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടങ്ങളാണ്. ഗംഭീരമായ നിർമ്മിതികൾ. എല്ലാറ്റിനും പ്രത്യേകമായൊരു ക്യാരക്ടറുണ്ട് എന്നതാണ് സവിശേഷത. കെട്ടിടങ്ങൾ മാത്രമല്ല, റോഡാവട്ടെ, അണ്ടർപാസുകളാകട്ടെ, ഫ്ലൈ ഓവറുകളാകട്ടെ, എല്ലാറ്റിനുമുണ്ട് പ്രത്യേകമായൊരു ചാരുതയും പൂർണ്ണതയും. ഈ ഒരു സൗന്ദര്യം തന്നെയാണ് ഒരിക്കൽ സന്ദർശിക്കുന്ന ആളുടെ മനസ്സിൽ എന്നും ദുബായ് മാഞ്ഞു പോകാതെ നിൽക്കാനുള്ള കാരണവും. ഈ പാതകളിൽ എവിടെയും സിഗ്നൽ കാത്ത് കിടക്കേണ്ടി വരില്ല. വാഹനങ്ങൾ ഒരിടത്തും നിർത്താതെ സുഗമമായി കടന്നു പോകാവുന്ന വിധം ഗതാഗതം സജ്ജീകരിച്ചിരിക്കുന്നു. ഉദ്ദേശിക്കുന്ന സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാം. ട്രാക്കുകൾ മാറി മാറി ഓടണമെന്ന് മാത്രം. ഓരോ ജംഗ്ഷനിലും എത്തുമ്പോൾ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത്, അവിടേക്കെത്താൻ ഏതു ട്രാക്കിൽ കയറണമെന്ന ബോർഡുണ്ടാകും. ആ ബോർഡ് നോക്കി ട്രാക്ക് മാറി സഞ്ചരിച്ചാൽ മതി. ആ ട്രാക്ക് നമ്മെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യും. അത്തരമൊരു രീതിയിലാണ് അണ്ടർപാസുകളും ഫ്ലൈ ഓവറുകളുമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഷെയ്ഖ് സായിദ് റോഡിലേക്ക് എത്തിയിരിക്കുന്നു. ദുബായിയുടെ രാജപാതയാണ് ഷെയ്ഖ് സായിദ് റോഡ്. ഇതിന്റെ ഓരങ്ങളിലാണ് ദുബായിലെ പ്രമുഖമായ കെട്ടിടങ്ങളിൽ മിക്കതും. ഇടതുവശത്ത് പ്രത്യേക ആകൃതിയിലുള്ള ഒരു കെട്ടിടം കാണാം. അറബി ലിഖിതങ്ങളോട് കൂടിയ മോതിരം പോലുള്ള കെട്ടിടം. അതാണ് ഇവിടുത്തെ പ്രശസ്തമായ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. ആധുനിക ദുബായിയുടെ ഐക്കണാണത്. അത് സന്ദർശിക്കാനാണ് ഇനി ഞങ്ങളുടെ യാത്ര. അവിടേക്ക് പെട്ടെന്ന് തിരിയാനാവില്ല. ഷെയ്ഖ് സായിദ് റോഡിലൂടെ ഏതാനും കിലോമീറ്റർ മുന്നോട്ടു പോയി ഒരു ഓവർബ്രിഡ്ജിൽ കയറി യു-ടേൺ എടുത്ത് തിരികെ എത്തണം. അതിനിടയിലൊന്നും ട്രാഫിക് ബ്ലോക്ക് ആകുകയോ ഹൈവേയിലൂടെ ഒഴുകി നീങ്ങുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. 14 വരെയുള്ള പാതയാണ് ഷെയ്ഖ് സായിദ് റോഡ്. ഡോക്ടർ ഷാഫി സ്ഥിരം യാത്ര ചെയ്യുന്ന പാതകളാണിതെല്ലാം. ഷെയ്ഖ് സായിദ് റോഡിൽ നിന്നും ഒരു ഫ്ലൈ ഓവറിൽ കയറി യാത്ര തുടരുകയാണ്. എക്സിറ്റ് എടുക്കുമ്പോഴൊന്നും സ്പീഡ് കുറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. തലയ്ക്ക് മുകളിൽ പല നിലകളായി ഫ്ലൈ ഓവറുകൾ. എല്ലാം പെയിന്റ് അടിച്ച് പുത്തനെന്ന വണ്ണം നിലനിർത്തുന്നു. വന്ന വഴിയിൽ നിന്നും ഞങ്ങൾ യു-ടേൺ എടുത്തു തിരിഞ്ഞു. ഇവിടെ പാതയിൽ ട്രാക്കുകളുടെ എണ്ണം വീണ്ടും കൂടിയിരിക്കുന്നു. ഗതാഗത സൗകര്യം എത്ര മെച്ചപ്പെടുന്നുവോ നാടിന്റെ വികസനം അത്രയും വേഗത്തിലാവുമെന്ന ദീർഘവീക്ഷണത്തിന്റെ തെളിവ് കൂടിയാണിത്. ഇപ്പോൾ ഈ പാതയുടെ ഇരുവശങ്ങളിലും കാണുന്ന കെട്ടിടങ്ങൾ മിക്കതും കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കിടയിൽ ഉയർന്നവയാണ്. കഴിഞ്ഞ 2 ദശകങ്ങൾക്കിടെയാണ് ഷെയ്ഖ് സായിദ് റോഡിന്റെ വികസനമുണ്ടാകുന്നത്. ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു വളർച്ചയായിരുന്നല്ലോ ദുബായിയുടേത്. ആ വളർച്ച നിലച്ചു പോയിട്ടുമില്ല. ആദ്യകാലത്ത് ഡിഫൻസ് റോഡ് എന്നാണ് ഈ പാത അറിയപ്പെട്ടിരുന്നത്. 1993-നും 98-നും ഇടയ്ക്ക് റോഡിന്റെ 30 കിലോമീറ്റർ വരുന്ന ഭാഗം വീതി കൂട്ടി വികസിപ്പിച്ചു. പാതയ്ക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ സ്ഥാപക നേതാവായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ പേര് നൽകിയത് ദുബായിയുടെ മുൻ ഭരണാധികാരി മക്തൂം ബിൻ റാഷിദ് അൽ മക്തൂമാണ്. UAE-യിലെ തന്നെ ഏറ്റവും പ്രമുഖമായ പാതകളിൽ ഒന്നാണിത്. ഞങ്ങൾ വീണ്ടും ഒരു സർവീസ് റോഡിലേക്ക് കയറി. മെട്രോ സ്റ്റേഷനുകൾ പലയിടത്തും കാണാം. ഹൈവേയിൽ നിന്നുള്ള സർവീസ് റോഡുകളാണ് പാതയുടെ ഇരുവശങ്ങളിലുമുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്താനായി ഉപയോഗിക്കുന്നത്. നേരെ മുന്നിൽ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ കാണാം. മെട്രോ സ്റ്റേഷനിൽ നിന്ന് അവിടെ എത്താനുള്ള ഒരു പാലം വലതുവശത്തുണ്ട്. അടുത്തേക്കെത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. നേരത്തെ എതിർദിശയിൽ പോയപ്പോൾ കണ്ടതുപോലെയുള്ള ചെറിയൊരു നിർമ്മിതിയൊന്നുമല്ല ആ മ്യൂസിയം. താഴെ കിടക്കുന്ന ബസ്സുകളുടെ രൂപവുമായി അതിനെ ഒന്ന് താരതമ്യം ചെയ്യുക.
10 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് ആ മോതിര രൂപത്തിലുള്ള ബിൽഡിങ്ങിന്. അതിൽ അറബി ലിപിയിൽ എഴുതി വച്ചിരിക്കുന്നത് ഒരു കവിതയിലെ വരികളാണ്. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം രചിച്ച ഭാവിയെക്കുറിച്ചുള്ള ഒരു കവിതയുടെ വരികൾ. ഡോക്ടർ ഷാഫി വാഹനം ഒരിടത്ത് കൊണ്ടുപോയി നിർത്തി. ഞാൻ അവിടെ ഇറങ്ങി. എന്നോട് അകത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞ ശേഷം ഡോക്ടർ കാർ പാർക്ക് ചെയ്യാൻ പോവുകയും ചെയ്തു. ഡോക്ടർ ഷാഫി തന്നെയാണ് ഇവിടെ പ്രവേശനത്തിനുള്ള ടിക്കറ്റ് ഓൺലൈൻ വഴി എടുത്തത്. ഇതാണ് മ്യൂസിയത്തിന്റെ എൻട്രൻസ്. വലിയൊരു പുൽക്കുന്നിന്റെ അടിയിലൂടെ കയറുന്നതുപോലെയാണത്. അതിഗംഭീരമായ ഒരു നിർമ്മിതി. ഇതിന്റെ ഓരോ സൂക്ഷ്മാംശങ്ങളും പ്രേക്ഷകർ നിരീക്ഷിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്. വാതിലുകൾ എങ്ങനെ, ജാലകങ്ങൾ എങ്ങനെ, മേൽക്കൂര എങ്ങനെ എന്നൊക്കെ. എത്ര സുന്ദരമായാണ് ഈ പരിസരം പരിപാലിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അഴുക്കോ മാലിന്യമോ എവിടെയുമില്ല. ഞാൻ നേരെ ചെന്ന് മ്യൂസിയത്തിനകത്തേക്ക് കയറിയില്ല. അതിന്റെ പരിസരത്ത് ചില വിശേഷപ്പെട്ട ശില്പങ്ങളുണ്ട്. അത് കാണാനാണ് ചെല്ലുന്നത്. ഇതിന്റെയൊക്കെ ഫോട്ടോ എടുത്ത ശേഷമാണ് ആളുകൾ മ്യൂസിയത്തിനകത്തേക്ക് കയറുക. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മൊട്ടക്കുന്നിന്റെ മുകളിൽ വലിയൊരു മോതിരം വെച്ചതുപോലെയുണ്ട് മ്യൂസിയത്തിന്റെ കാഴ്ച. ആ കുന്നിനകത്തും കെട്ടിടമാണെന്നോർക്കണം. കുന്നിന്റെ താഴെയാണ് ഈ ശില്പം. ഫിംഗർ സല്യൂട്ട് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ ശില്പം ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഒരാശയമാണ്. 3 വിരലുകൾ വിടർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഇത്തരം ശില്പങ്ങൾ ദുബായിയുടെ പല ഭാഗത്തും കാണാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ WVL എന്നീ അക്ഷരങ്ങൾ ഇതിലുണ്ട്. വിൻ, വിക്ടറി, ലവ് എന്നിവയുടെ പ്രതീകങ്ങളാണ് ആ അക്ഷരങ്ങൾ. 2013 ദുബായിൽ നടന്ന ഒരു ഉച്ചകോടിക്ക് ശേഷം ഷെയ്ഖ് മുഹമ്മദ് ഈ സൈൻ പ്രദർശിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ദുബായിയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ ഫിംഗർ സല്യൂട്ട് ശില്പങ്ങൾ നിർമ്മിക്കപ്പെടുകയുണ്ടായി. എത്ര മനോഹരമാണ് ഈ പരിസരമെന്ന് കാണുക. എത്ര പൂർണ്ണതയോടെയാണ് ഒരു തീമിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലെ പച്ചപ്പും പരിസരത്തെ വൃത്തിയും കുന്നിനു മുകളിലിരിക്കുന്ന മ്യൂസിയം കെട്ടിടവുമെല്ലാം അസാമാന്യമായ ബുദ്ധിയുടെയും കലാബോധത്തിന്റെയും പ്രതിഫലനമാകുന്നു. നമുക്ക് ഇത്തരം ആശയങ്ങൾ കൈമോശം വന്നിരിക്കുന്നുവെന്ന് ഇതൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകും. 60ഉം 70ഉം വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ പോലും ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾക്ക് പ്രത്യേകമായ ഒരു കലാചാരുതയും തീമും ഉണ്ടായിരുന്നു. അതുപേക്ഷിച്ച് കോൺക്രീറ്റിന്റെ വൈകൃതങ്ങളിലേക്ക് നമ്മുടെ നിർമ്മാണ രംഗം മാറിയിരിക്കുകയാണ്. എങ്ങും മാലിന്യലേശമില്ല. എല്ലാവരും ഇവിടെ മാന്യതയും സംസ്കാരവും പുലർത്തുന്നു എന്നതാണ് ശ്രദ്ധേയം. കുട്ടികൾ പോലും ആ ഒരു അച്ചടക്കവും ശുചിത്വബോധവും പുലർത്തുന്നുണ്ട്. ഇവിടെ വെച്ച് മര്യാദകേട് കാണിച്ചാൽ അത് വലിയ നാണക്കേട് കൂടിയാണ്. ശില്പത്തിനടുത്ത് നിന്നും ഞാൻ മുന്നോട്ട് നടന്നു. ഇനി മ്യൂസിയത്തിനകത്ത് കയറാനാണ് തീരുമാനം. ഇതിനകത്ത് കയറാൻ 180 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. നമ്മുടെ 3400 രൂപയോളം. നേരത്തെ ഹൈവേയിലൂടെ പോയപ്പോൾ കുന്നിനു മുകളിലിരിക്കുന്ന വളയം പോലുള്ള കെട്ടിടം മാത്രമേ കണ്ടിരുന്നുള്ളൂ. പക്ഷേ അതിനടിയിൽ ഇങ്ങനെയൊരു ലോകമുണ്ട്. അതിവിസ്തൃതമായ ഒരു ലോകം. നൂതനവും ഭാവിയുക്തവുമായ ആശയങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന മ്യൂസിയമാണിത്. ദുബായ് ലോകത്തിനു മുൻപിൽ വയ്ക്കുന്ന നൂതനമായൊരാശയം. ചില്ലുവാതിൽ കടന്ന് ഞാൻ അകത്തേക്കു കയറി. മച്ചിൽ മുഴുവനും അറബി ലിപികളാണ്. ആ അക്ഷരങ്ങളിലൂടെ വെളിച്ചം നീങ്ങുമ്പോൾ ഒരു അഭൗമലോകത്തെത്തിയ അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. ചെറിയൊരു കെട്ടിടമൊന്നുമല്ല. പുറത്തുനിന്ന് കണ്ട മോതിരത്തിന്റെ അടിഭാഗമാണിത്. അതിവിശാലമായ ഒരു കൺവെൻഷൻ സെന്റർ പോലെയുണ്ട്. ധാരാളം സന്ദർശകർ. ഭാവിയിലെ ഒരു സ്ഥലത്ത് ചെന്നെത്തിയ അതേ ഫീൽ തന്നെയാണ് ഈ മ്യൂസിയം നൽകുന്നത്. തലയ്ക്ക് മുകളിലൂടെ ഭാവിയിലെ ആകാശവാഹനത്തിന്റെ രൂപം ഒഴുകി നടക്കുന്നു. അതങ്ങനെ അന്തരീക്ഷത്തിലൂടെ സ്വയം പറക്കുകയാണ്. ഓൺലൈനിലെടുത്ത ടിക്കറ്റ് ഇവിടുത്തെ കൗണ്ടറിൽ കാണിക്കുമ്പോൾ ഒരു ബാച്ച് നമ്പർ തരും. അതുമായി കാഴ്ചകളിലേക്ക് പോകാം. ഫ്ലൈയിങ് ഡോൾഫിൻ എന്നാണ് ഈ നിർമ്മിതി അറിയപ്പെടുന്നത്. ശരിക്കും ഇത് ഹീലിയം നിറച്ച ഒരു ബലൂണാണ്. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് അതിന്റെ ഗതി നിയന്ത്രിക്കുന്നത്. കെട്ടിടത്തിനകത്ത് സ്റ്റെയർ കേസുകൾ, റാമ്പുകൾ, ലിഫ്റ്റുകൾ എന്നിവയെല്ലാമുണ്ട്. ക്യാപ്സൂൾ ലിഫ്റ്റുകളുടെ പ്രവർത്തനം പോലും നമ്മെ അത്ഭുതപ്പെടുത്തും. മനോഹരമായൊരു നിർമ്മിതി. ഇത്തരമൊരു നിർമ്മിതി ലോകത്ത് മറ്റൊരിടത്തുമില്ല. ഒരു ആർക്കിടെക്റ്റ് എങ്ങനെയാണ് ഇത് രൂപകൽപ്പന ചെയ്തതെന്നാണ് എൻ്റെ അത്ഭുതം. നിർമ്മാണ ജോലി ചെയ്യുന്നവർക്ക് ഒരു മാതൃക വരച്ചു നൽകണമല്ലോ. അവിടെയാണ് പുതിയ കാലത്തെ ടെക്നോളജിയുടെയും
മനുഷ്യഭാവനയുടെയും ഒത്തുചേരൽ നടക്കുന്നത്. ആർക്കിടെക്റ്റിന്റെ ഭാവന ഒരു വർക്കറുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ച ആ ടെക്നോളജി അപാരം തന്നെ. ഞാനങ്ങനെ താഴത്തെ നിലയിലെ അത്ഭുതങ്ങൾ കണ്ടു നിൽക്കെ ക്യാപ്സൂൾ ലിഫ്റ്റ് താഴേക്കെത്തി. ഇവിടെ നിന്നും നേരെ 5-ാം നിലയിലേക്കാണ് ആദ്യം പോവുക, ഏറ്റവും മുകളിലെ നിലയിൽ. അവിടെ ചെന്നിറങ്ങി ഒരു സ്പേസ് ക്രാഫ്റ്റിൽ യാത്ര ചെയ്യുന്നത് പോലെയുള്ള അനുഭവത്തിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ഒരു അപൂർവ അനുഭവത്തിലേക്ക്. കുറെ ആളുകൾ ഒരു സ്ക്രീനിന് മുന്നിൽ കൂടി നിൽപ്പുണ്ട്. നല്ല കുറെ ഗൈഡുകളുമുണ്ട് ഇവിടെ. മികച്ച ഇംഗ്ലീഷിൽ കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നവർ. ഓഡിയോ വിഷ്വൽ ഡിസ്പ്ലേ സംവിധാനങ്ങളോടെയാണ് ഈ മ്യൂസിയത്തെ ആസ്വദിക്കേണ്ടത്. ഗൈഡുകൾ മാത്രമല്ല, റെക്കോർഡ് ചെയ്തു വച്ചിരിക്കുന്ന പ്രസന്റേഷനുകളുമുണ്ട്. അതിലൂടെ എന്താണ് ഈ മ്യൂസിയത്തിന്റെ ആശയങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാം. ആദ്യം ചെന്ന് കയറുന്നത് സ്പേസ് സ്റ്റേഷൻ പോലെ തയ്യാറാക്കിയ ഭാഗത്തേക്കാണ്. അത് ഏറ്റവും മുകളിലെ ഫ്ലോറിൽ ചെന്നു നിൽക്കും. അവിടെ നിന്നും ഓരോരോ നിലകളിറങ്ങി കാഴ്ച കണ്ടുകൊണ്ടാണ് താഴെ എത്തുക. ശരിക്കും ഒരു ബഹിരാകാശ സ്റ്റേഷൻ പോലെ തന്നെയുണ്ട്. ഇവിടെ നിന്നും ഒരു കുതിപ്പ് തുടങ്ങുകയായി മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിന്റെ വലിയ വിസ്മയങ്ങളിലേക്ക്.